ഹായ് ഫ്രണ്ട്സ്, റസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറുപയർ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെയൊക്കെ കൂടെ കൂട്ടാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. മാത്രമല്ല ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ കറി റെഡിയാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ചെറുപയർ കുതിർത്തി എടുത്തിട്ടുണ്ട്. നമ്മളിത് 5 മണിക്കൂറോളം കുതിർത്തി എടുത്തിരിക്കുന്ന ചെറുപയറാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറുപയറിന് ഒരുപാട് വേവില്ലാത്തതുകൊണ്ട് ഒത്തിരി വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ചെറിയ ഉള്ളിയാണ്. അത് ഞാനിവിടെ ഒരു വാളം ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ പയറിൽ ചെറിയ ഉള്ളി ചേർത്ത് റെഡിയാക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ്. നമ്മളൊരിക്കലും സവാള ചേർക്കരുത്, ചെറിയ ഉള്ളി തന്നെ ചേർക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് പച്ചമുളകാണ്. അതിനുവേണ്ടി ഞാൻ അധികം എരിവില്ലാത്ത 2 പച്ചമുളക് നീളത്തിൽ കീറി ഇതിലോട്ട് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള പച്ചമുളക് ഇടാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ഉപ്പിട്ടാൽ മതി, പിന്നീട് നമ്മൾ കറി വെന്തതിന് ശേഷം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ കൂടുതൽ ഉപ്പിട്ട് കൊടുക്കണ്ട. ഇനി നമുക്കിത് അടപ്പത്തേക്ക് വയ്ക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉപ്പൊക്കെ ഇട്ടതേക്കണമാണ്, അതുകൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇത് തിളയ്ക്കണ വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് തുറന്ന് വെച്ച് തന്നെ തിളപ്പിക്കാം. ഇപ്പം നമ്മുടെ കറി നല്ലോണം തിളച്ചിട്ടുണ്ട്, ഈ ഒരു പാകത്തിൽ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടി നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റോളം വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ പയറൊക്കെ നല്ലോണം വെന്ത് വെള്ളമൊക്കെ വറ്റി കിട്ടും കേട്ടോ. നമ്മളിത് അധികം ചാറിലൊന്നും വെക്കണ കറിയല്ല. അപ്പോൾ നമ്മുടെ പയർ ഇവിടെ നല്ലോണം വെള്ളമൊക്കെ വറ്റി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് തേങ്ങാപ്പാൽ, നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പാൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ എപ്പോഴും നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കണം, ലൂസായിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കരുത്. ഈ പാൽ നമുക്ക് പയറിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാൽ ചേർത്തപ്പോൾ നമ്മുടെ കറി നല്ല ചാറായി. ഇത്രയും ചാറിലൊന്നുമല്ല നമ്മൾ കറി റെഡിയാക്കുന്നത്, നല്ല കുറുകിയ കറിയാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റി കറി കുറുകി വരുന്നതിന് വേണ്ടി നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോളം വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നല്ലോണം വറ്റി ചാറൊക്കെ കുറുകി കിട്ടും കേട്ടോ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇതധികം എരിവൊന്നുമില്ലാത്ത കറിയാണ് നമ്മൾ റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് ഇനി എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മുളകിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നല്ലോണം ചാറൊക്കെ പറ്റി നല്ല കുറുകിയ പാകത്തിലായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറുമ്പോൾ ഒന്നും കൂടി കുറുകി വരും കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കിത് വാങ്ങി വയ്ക്കാം കേട്ടോ. ഇത് തണുക്കണതിനനുസരിച്ച് നമ്മുടെ കറി നല്ലോണം കുറുകി വരും കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മുടെ കറി തണുത്ത് തുടങ്ങണതിനനുസരിച്ച് കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് കടുകും കറിവേപ്പിലയും മൂപ്പിച്ചൊഴിക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. കടായിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചെറുപയർ കറി കടുക് വറുക്കാൻ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം, വേറെ ഓയിലുകളൊന്നും ഉപയോഗിക്കരുത്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഒരുപാട് അങ്ങോട്ട് മൂക്കൊന്നും വേണ്ട, ഒരുവിധം വാടി കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ ഒരു പാകത്തിൽ മതി. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്ക് പയർ കറിയിലോട്ട് കറിവേപ്പിലയും കടുക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ കറി കുറച്ചൊന്ന് ചൂടാറിയത് നമ്മുടെ കറി നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടി ഒന്ന് തണുക്കുമ്പോഴേക്കും നല്ല കുറുകിയ കറിയാവും കേട്ടോ. നമ്മൾക്ക് ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിയുടെ കൂടെ കൂട്ടാൻ നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ നിങ്ങളിനി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒരു കറി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ കറി കുറച്ചും കൂടി ഒന്ന് തണുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഇത് നല്ല കുറുകിയ കറിയായില്ല. ഈ ഒരു തിക്കിലാണ് നമ്മൾ കറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.